71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്നാണ്. വൈകിട്ട് 6 മണിക്ക് പ്രഖ്യാപനം നടക്കും. അർജുൻ പീതാംബരം ചേരുന്നുണ്ട്. അർജുൻ, ഏത് വർഷത്തെ അവാർഡ് പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്? ആരൊക്കെയാണ് സാധ്യതാ പട്ടികയിൽ മുൻഗണനയിൽ ഉള്ളത്? പ്രജേഷ്, 2023 റിലീസ് ചെയ്തതും അതുപോലെ തന്നെ സെൻസർ ചെയ്തതുമായിട്ടുള്ള സിനിമകളാണ്. ആ സിനിമകൾക്കുള്ള അവാർഡാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈകിട്ട് 4 മണിക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് കൈമാറും. പിന്നീട് വൈകിട്ട് 6 മണിക്കാണ് പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും വിക്രാന്ത് മാസെ അതുപോലെ തന്നെ റാണി മുഖർജി, ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് മികച്ച നടനും മികച്ച നടിക്കുമായി ഏറ്റവും അധികം ഇപ്പോൾ കേൾക്കുന്നത്. അത് 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി വിക്രാന്ത് മാസെ, അദ്ദേഹം മികച്ച നടനാകാനുള്ള സാധ്യത കൂടുതലാണ്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി റാണി മുഖർജി മികച്ച നടിയാകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളിലെയും പ്രത്യേകത, രണ്ടും യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തുള്ള സിനിമ കൂടിയാണ്. ഒരുപാട് ഈ പ്രേക്ഷക പ്രശംസയ്ക്ക് പുറമെ ക്രിട്ടിക്കൽ അക്ലൈം കൂടി വലിയ രീതിയിൽ നേടിയ ബോക്സ് ഓഫീസ് വിജയം കൂടി ആയിട്ടുള്ള ചിത്രങ്ങളാണ്. മലയാളത്തെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം ഒരുപിടി നല്ല മികച്ച സിനിമകൾ റിലീസ് ചെയ്ത വർഷമാണ് 2023. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം, കാതൽ, അതുപോലെ തന്നെ കണ്ണൂർ സ്കോർ ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട്. മോഹൻലാലിന്റെ നേരെന്ന് പറയുന്ന കോർട്ട് റൂം ഡ്രാമയുണ്ട്. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ 2024 റിലീസ് ചെയ്തതാണെങ്കിൽ പോലും അത് സെൻസർ ചെയ്തത് 2023. അങ്ങനെ മലയാളത്തിനും വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. ബോളിവുഡിനും ഇത്തരത്തിൽ 12th ഫെയിൽ പോലെയുള്ള പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുമിച്ച് ഒരേപോലെ നേടിയിട്ടുള്ള മികച്ച സിനിമകളുള്ള ഒരു നീണ്ട ഒരു പട്ടിക തന്നെയാണ്. അതുകൊണ്ട് ആ രാഗം ഈ പുരസ്കാരങ്ങളെല്ലാം നേടുക എന്നുള്ള ആകാംക്ഷ വലുതാണ്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. 6 മണിയോടുകൂടിയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. 2023 ഏറ്റവും മികച്ച ചിത്രങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്.